everyone, welcome to XandY Learning. നമ്മൾ 9th ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസുകളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളാണ് നോക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് ആ വീഡിയോയുടെ അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. കാര്യങ്ങൾ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് അത് നമ്മുടെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇതിലെ ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ 2 സയൻറ്റിസ്റ്റുമാരുടെ ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്ത പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിനെ വേർതിരിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ്, അവരുടെ പോരായ്മകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഡൊബറൈനർ, ഇവിടെ മെൻ്റലേഫ് ഉണ്ട്. അതോടൊപ്പം തന്നെ മെറ്റലുകളും നോൺ മെറ്റലുകളും ലോഹങ്ങളും അലോഹങ്ങളുമാണ് ട്രയാഡ്സ് അഥവാ ത്രികങ്ങൾ പീരിയോഡിക് ടേബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെറ്റലോയിഡുകളെ അഥവാ ഉപലോഹങ്ങളെ തരംതിരിക്കാൻ ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. നോട്ട് ഏബിൾ ടു ക്ലാസിഫൈ ഓൾ എലമെൻറ്റ്, എല്ലാ മൂലകങ്ങളെയും തരംതിരിക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ നോട്ട് ഏബിൾ ടു കീപ് ദ ആക്ച്വൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക മാസ്, അറ്റോമിക മാസിൻ്റെ കൂടി വരുന്ന ക്രമം എല്ലായിടത്തും പാലിക്കുന്നില്ല. കേട്ടാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ നോക്കാം നമുക്ക്. അതിൽ ആദ്യത്തെയുള്ള ഡൊബറൈനർ ഏതിനാണ് വന്നിട്ടുണ്ടാവുക? ഡൊബറൈനർ നമുക്കറിയാം ട്രയാഡ്സ്, ത്രികങ്ങളാണുള്ളത്. ത്രികങ്ങളുടെ പ്രത്യേകത എന്താ? എല്ലാ മൂലകങ്ങളെയും ക്ലാസിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അടുത്തെന്താണ്? മെൻ്റലേഫ്. നമുക്കറിയാം മെൻ്റലേഫ് എന്താണ്? ഈ പറഞ്ഞതിൽ പീരിയോഡിക് ടേബിൾ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ മൂലകങ്ങളുടെയും കൂടി വരുന്ന ക്രമം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കാനുള്ള ചോദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്കറിയാം മെൻ്റലേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു, പോരായ്മകളും ഉണ്ടായിരുന്നു. 2 ഗുണങ്ങളും 2 പോരായ്മകളും പറയാനാണ്. വേഗത്തിലൊന്ന് ആൻസർ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഏതൊക്കെയാണ് പീരിയോഡിക് ടേബിളിലെ 2 മെറിറ്റ്സ് ആൻഡ് 2 ഡിമെറിറ്റുകൾ എന്നുള്ളത്. നമുക്കറിയാൻ പറ്റും അല്ലേ, പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്യൂച്ചർ എലമെൻറ്റുകളെ കുറിച്ച്, ഭാവിയിൽ കണ്ടുപിടിക്കാനുള്ള മൂലകങ്ങളെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ ഇനി എന്ത് ചെയ്യും, ഗാലിയം എന്ന് ഫ്യൂച്ചറിൽ കണ്ടുപിടിച്ച ആ മൂലകം അദ്ദേഹം എന്ത് ചെയ്തു? എക്കാസിലിക്കൺ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം പേരിട്ട് വിളിച്ചത്, ഒരു ഓമന പേരിട്ട് വിളിച്ചതാണ്. എന്നാൽ ആ എക്കാസിലിക്കൺ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചാൽ അത് ഉരുകും എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രയ്ക്ക് കൃത്യമായി ഭാവിയിൽ കണ്ടുപിടിക്കാനുള്ള ആ മൂലകത്തിൻ്റെ സ്വഭാവങ്ങൾ വരെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രവചിച്ചു എന്നുള്ളത്. അപ്പോൾ ഫ്യൂച്ചർ എലമെൻറ്റുകളെ കുറിച്ച് അദ്ദേഹം ഭാവിയിൽ കണ്ടുപിടിക്കാനുള്ള മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തെറ്റായ അറ്റോമിക മാസിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം എന്ത് ചെയ്തു? ശരിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബെറീലിയം പോലുള്ള ആറ്റത്തിൻ്റെയൊക്കെ ശരിയായ അറ്റോമിക മാസ് പറഞ്ഞു തന്നത് നമ്മുടെ മെൻ്റലേഫ് ആയിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ മെറിറ്റുകൾ അഥവാ ഗുണങ്ങളായിട്ടുള്ളത്. ഇനി ഡിമെറിറ്റുകൾ, അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ എന്തെല്ലാമാണ്? പോരായ്മകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്ന്, അദ്ദേഹം ഹൈഡ്രജന് കൃത്യമായ ഒരു സ്ഥാനം ഇല്ലായിരുന്നു. രണ്ടാമത്തൊന്ന് എന്താണ്? അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം നമുക്കറിയാം, അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻ്റലേഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. അതെല്ലായിടത്തും അദ്ദേഹം പാലിക്കുന്നില്ല. കൊബാൾട്ട് നിക്കൽ വരുമ്പോൾ കൊബാൾട്ട് കൂടുതലും നിക്കൽ കുറവുമാണ്, ശരിക്കും ഓപ്പോസിറ്റ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ കൃത്യമായി ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ശരി, മറ്റൊരു ചോദ്യം നോക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, ABCPQR. ബി അറ്റോമിക് നമ്പർ 6 ആണ്, P13 ആണ്. റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് R. R എന്ന് പറയുന്ന ആളുടെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാണ്. R നമുക്ക് ഇത് 13 ആണെങ്കിൽ Q എത്ര ആയിരിക്കും മക്കളെ? 14. അപ്പോൾ R എത്രയായിരിക്കും? 15 ആയിരിക്കും വരിക. അപ്പോൾ ആറിൻ്റെ അറ്റോമിക് നമ്പർ 15 ആണ്. 2, 8, 5 ആയിരിക്കും ഉണ്ടാവുക. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ പീരിയഡ് ടു വിച്ച് C ബിലോങ്സ്? C എന്ന് പറയുന്ന ഈ പീരിയഡിലെ അവസാനത്തെ ആളായിട്ടുള്ള നോബിൾ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ അലസവാതകത്തിൻ്റെ അറ്റോമിക് നമ്പർ. ഇത് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 6 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2,4 അല്ലേ. ഇയാൾ 5 ആയിരിക്കും അറ്റോമിക് നമ്പർ, ഇത് 6 ആണ് തന്നിട്ടുണ്ട്, ഇത് 7 ആയിരിക്കും. അപ്പോൾ 2, 6, 7, 8, 9,
10-ൽ അവസാനിക്കും. മക്കളെ നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. ഈ നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു അറ്റോമിക് നമ്പറുകൾ എവിടേക്കാണ് കിടക്കുന്നത്, ഇതാണ് 1 എന്ന് അറിയണം, ഇവിടെയാണ് 2 എന്ന് അറിയണം, ഹീലിയൊക്കെ ഇവിടെ ഉള്ളത്. ദെൻ ഇത് 3, ഇത് 4, ഇത് പിന്നെയോ പിന്നെ 5 മുതൽ ഇങ്ങനെ പോയി ഇതായിരിക്കും 10 അല്ലേ, നിയോണ് ഇവിടെ കിടക്കുക. ദെൻ ഇതാണ് 11, ഇത് 12 വരും. ദെൻ 13 ഇവിടെ തുടങ്ങി, 13 ഇങ്ങനെ പോയി എവിടെത്തും 18-ലെത്തും. ദെൻ 19, 20, 21 മുതൽ ഇങ്ങനെ പോയി ഇവിടെ 13 വരും, 30 പോയി കണ്ട് ഇത് 36 വരും അല്ലേ. ഇത് ആർഗനാണ്, ഇത് ക്രിപ്റ്റോൺ. ഇത്രയെങ്കിലും ഐഡിയ വേണം. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ ബാക്കി 6ാമത്തെ പീരീഡിൻ്റെ ബാക്കിയാണ് ലാന്തനോയിഡുകൾ, 7ാമത്തെ പീരീഡിൻ്റെ ബാക്കിയാണ് ആക്റ്റിനോയിഡുകൾ. ഇത്രയും കാര്യങ്ങൾ മിനിമം ഒരു ഐഡിയ വേണം. ഓക്കെ, ശരി, എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതാണ് 2ാമത്തെ പീരീഡ്. 2ാമത്തെ പീരീഡ് ഇതായതുകൊണ്ട് തന്നെ എവിടെയായിരിക്കും അവസാനത്തെ ആൾ എന്ത് ചെയ്യുക, 10 ആയിരിക്കും അറ്റോമിക് നമ്പർ ഉണ്ടാവുക. സോ 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 10 ആയിരിക്കും അറ്റോമിക് നമ്പർ. അപ്പോൾ ഇതിൽ ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഗിവൺ എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ? ഇതിലെ മെറ്റാലിക് ക്യാരക്ടർ ലോഹ സ്വഭാവം ഏറ്റവും കൂടുതൽ ആർക്കാണെന്നാണ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ഈ പറഞ്ഞ ഇടത്താണ് പീരിയോഡിക് ടേബിളിൻ്റെ ഇടതുവശത്താണ് ലോഹങ്ങൾ മെറ്റൽസ് ഉള്ളത്, വലതുവശത്താണ് അലോഹങ്ങൾ നോൺ മെറ്റൽസ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മെറ്റാലിക് സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്തോ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം മെറ്റാലിക് നേച്ചർ എന്ത് ചെയ്യും, കൂടും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറയുകയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാണ്, കൂടുതലാണ്. അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞതിൽ തന്നെ ഏറ്റവും ഇടതുവശത്താണ് മെറ്റാലിക് സ്വഭാവം കൂടുതൽ. കാരണം എന്തേ, വലതുവശത്തേക്ക് പോകുന്തോറും കുറഞ്ഞു വരണം. അപ്പോൾ ഏറ്റവും ഇടതുവശത്ത് എ ആകാം അല്ലെങ്കിൽ പി ആകാം. ഇനി അതിൽ തന്നെയോ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മെറ്റാലിക് സ്വഭാവം കൂടുകയാണ്. അപ്പോൾ ആരെന്നെയാണ് ആൻസർ? പി തന്നെയാണ് കറക്റ്റ് ആൻസർ. സോ സിയുടെ ഉത്തരം ആരായിരിക്കും? പി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ പീരിയഡ് വിച്ച് പി ബിലോങ്സ്. പിയിലുള്ള ആദ്യത്തെ ആൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാ പീരിയോഡിക് ടേബിളിനെ കുറിച്ചായിട്ടുണ്ടെങ്കിൽ പി എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര വരുന്നത്, 283 അല്ലേ. പി എന്ന് പറയുന്ന ആൾ 283, അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് ആരായിരിക്കും ഉണ്ടാവുക? 3ാമത്തെ ഷെല്ലിലെ ആദ്യത്തെ ആളാരാണ്? 3ാമത്തെ ഷെല്ലിലെ ആദ്യത്തെ ആൾ പറഞ്ഞാൽ 11ാമനായിട്ടായിരിക്കും ഉണ്ടാവുക, സോഡിയത്തിൻ്റെ സ്ഥാനം. നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള അറ്റോമിക് നമ്പറുകളുമായി നമുക്കറിയാം നമ്മൾ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ ഒരു 30 മൂലകങ്ങളുടെ പേരുകൾ ഈ ചാനലിൽ തന്നെ കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ പാട്ടൊക്കെ പാടിക്കാണ്ട് പഠിച്ച ഒരു വീഡിയോ ഞാൻ തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് ഏകദേശം 30 മൂലകങ്ങളുടെ പേരുകൾ അതിൻ്റെ അറ്റോമിക് നമ്പർ അനുസരിച്ച് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ പറഞ്ഞ ഡി എന്ന് പറയുന്ന ആൾ എവിടെയായിരിക്കും ഉണ്ടാവുക? ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എവിടെ വരും? പി ബിലോങ്സ് ചെയ്യുന്ന അപ്പോൾ ഇനി നമ്മൾ ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ എലമെന്റ്സ് ഹാസ് ദ ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ? ലോഹ സ്വഭാവം ഇതിൽ ഏറ്റവും കൂടുതൽ ആയിരിക്കുന്നതാണ്. മക്കളെ നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ലോഹങ്ങൾ ഉള്ളത്, മെറ്റൽസ് ഉള്ളത്. വലതുവശത്തായിരിക്കും അലോഹങ്ങൾ നോൺ മെറ്റൽസ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുന്തോറും ലോഹ സ്വഭാവം മെറ്റാലിക് നേച്ചർ എന്ത് ചെയ്യും, കുറയും. കാരണം വലതുവശത്താണ് അലോഹങ്ങൾ ഉള്ളത്. എന്നാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴോ ലോഹ സ്വഭാവം മെറ്റാലിക് നേച്ചർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ നോക്കിയാൽ നിങ്ങളെ ഏറ്റവും ഇടതുവശത്തുള്ള ആൾക്കാണ് ലോഹ സ്വഭാവം കൂടുതൽ. കാരണം എന്തേ, വലത്തോട്ടേക്ക് പോകുന്നതോറും ലോഹ സ്വഭാവം കുറയാണ്. അപ്പോൾ ഏറ്റവും ഇടതുവശത്തായിട്ടുള്ളത് എയോ പിയോ ആയിരിക്കും. ഇനി അതിൽ തന്നെ ആരാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടും. അപ്പോൾ ആരാണ് ആൻസർ? പി ആയിരിക്കും ഈ സി എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ പീരിയഡ് ടു വിച്ച് പി ബിലോങ്സ്. പി എന്ന് പറയുന്ന ആളുടെ പീരിയഡിലെ ആദ്യത്തെ ആളുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? പി അറ്റോമിക് നമ്പർ 13 ആണ്. 13 എന്ന് പറയുമ്പോൾ 2, 8, 3 ആണ്.
ഷെല്ലുകളുണ്ട്. 3 ഷെല്ല് പറഞ്ഞാൽ മൂന്നാമത്തെ പീരീഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ പീരീഡ് പറയുമ്പോൾ 1 2 അതേപോലെ തന്നെ 1 2 3 എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 അല്ലേ? അറ്റോമിക് നമ്പർ എത്ര 11ലാണ് തുടങ്ങുന്നത് അല്ലേ? 2 8 1 ആയിരിക്കും വരിക സോഡിയത്തിന്റെ സ്ഥാനം. ഓക്കെ, അപ്പം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ABC ശരിയായിട്ടുള്ള പ്രതീകമല്ല, സിമ്പൽ അല്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യഥാർത്ഥ ആറ്റങ്ങൾ ആലോചിക്കുക. അപ്പോൾ 13 പറയുമ്പോൾ അലുമിനിയം ആണ്, 6 എന്ന് പറയുമ്പോൾ കാർബൺ ആണ്. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ തന്നെ പുറത്തിറക്കിയ ആദ്യത്തെ 30 മൂലകങ്ങളുടെ പേരുകൾ പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടൊക്കെ പാടിക്കാട്ടുള്ള വീഡിയോ ഉണ്ട്. കുറേ മുന്നേ അപ്ലോഡ് ചെയ്താണ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ പീരിയോഡിക് ടേബിൾ എൻ്റെ പേര് കൂടി സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ചാനലിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ശരിയായിട്ടുള്ള അറ്റോമിക് നമ്പർ ഉള്ള ആളുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ഇല്ലാതെ ഇത് അലുമിനിയം ആണെങ്കിൽ അലുമിനിയത്തിന് മുന്നാര മെഗ്നീഷ്യം, അതിന് മുമ്പാര സോഡിയം, ആ രൂപത്തിൽ സോഡിയം ആണ് സ്റ്റാർട്ടിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രൂപത്തിൽ നമുക്ക് ഉത്തരം തെറ്റാതെ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് 11 ആയിരിക്കും അറ്റോമിക് നമ്പർ വരും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പീരിയോഡിക് ടേബിൾ അറിയുമെങ്കിൽ നമുക്ക് ഉത്തരം പറയാം. ABCD കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോൺ വിന്യാസവും കൊടുത്തിട്ടുണ്ട്. എ ഉൾപ്പെടുന്ന മൂലക കുടുംബത്തിന്റെ പേര്, എ എന്ന് പറയുന്ന ആൾ ഉൾപ്പെടുന്ന മൂലക കുടുംബത്തിന്റെ പേര് നോക്കിയാൽ നിങ്ങൾ നമുക്കറിയാം 2 7 7 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? പീരീഡ് 2 ആണ്, 2ഉം 7ഉം 2 ഷെല്ലാണ്, രണ്ടാമത്തെ പീരീഡിലാണ്. എന്നാൽ ഗ്രൂപ്പ് എത്രയായിരിക്കും? നമുക്കറിയാം അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് 1 2 ആണെങ്കിൽ അതുതന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. ഇപ്പം ബിയുടെ ഗ്രൂപ്പ് നമ്പർ എത്ര 1 ആണ്. എന്നാൽ 2ൽ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എത്ര ചേർക്കണം? 10 ചേർക്കണം. അഥവാ എയുടെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 7ൻ്റെ കൂടെ 10 ചേർക്കുക, 7 + 10 17 ആണ് എ. സി എത്ര വരിക? 18 ആണ്, 8 + 10 ചേർക്കുക 18. ഡി എത്ര വരിക? 17 തന്നെയാണ് വരിക. ഓക്കെ, അപ്പം 10 ചേർത്താൽ 17 കിട്ടും. 17ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താണ് മക്കളെ? ഹാലജനുകൾ, ഹാലജൻസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഹാലജനുകൾ. മേൽ പറഞ്ഞവയിൽ ഒരു അലസവാതകം ഏതാണ്? ഏതാടാ? കണ്ടെത്തൽ മനസ്സിലാക്കാം. സി ആണ് അലസവാതകമായിട്ടുണ്ടാവുക. കാരണം എന്തേ? 8 ആണ്, 8ൻ്റെ കൂടെ 10 ചേർത്താൽ 18ാമത്തെ ഗ്രൂപ്പാണ് അലസവാതകം. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയായിരിക്കും? എയും ഡിയും ആയിരിക്കും ഉണ്ടാവുക. എയും ഡിയും കാരണം എന്തേ? ഒരേ ഗ്രൂപ്പ് പറഞ്ഞാൽ എന്ത് വരണം മക്കളെ? ഒരേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് വരണം? അതിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളുടെ ഇലക്ട്രോണിൻ്റെ എണ്ണം, ബാഹ്യതമായ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാവണം. അപ്പോഴാണ് ഒരേ ഗ്രൂപ്പ്. 2 8 1 അത് സോഡിയം അല്ലേ? 2 8 8 1 പൊട്ടാഷ്യം ഒരേ ഗ്രൂപ്പിലാണ് അല്ലേ? യെസ്. എയും ബിയും കൂടി ചേർന്ന സംയുക്തത്തിന്റെ രാസസൂത്രം. എ നോക്കിയേ 2 7 ആണ്. അപ്പൊ ഇതിന്റെ സംയോജകത എത്ര വരൂടാ? നമുക്കറിയാം സംയോജകത കാരണം എന്താ? 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരണം ഇലക്ട്രോണിന്റെ എണ്ണം. ബാഹ്യതമായ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാൻ എത്ര ഇലക്ട്രോൺ വരണം? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കലാണ് ആര്? എ ഉണ്ടാവുക. അപ്പൊ എ സംയോജകത വാലൻസി എത്രയാണ്? 1. ബി 2 8 1 ആണ്. ഈ ഒരു ഇലക്ട്രോണിനെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും. അപ്പോൾ എത്രയാണ് വരിക? 1 ആണ് വരിക. അപ്പൊ എ ബി എന്നല്ല നിങ്ങൾ എഴുതേണ്ടത് മക്കളെ. കാരണം എന്താ അറിയോ? എ ഇലക്ട്രോണിനെ സ്വീകരിക്കലാണ്, ബി ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണ്. എപ്പോഴും ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ, സ്വീകരിക്കുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ എ ബി അല്ല എഴുതേണ്ടത്, ബി എ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. കാരണം എന്ത്? ബിയുടെ വാലൻസ് എത്ര? +1 ആണ്, എയുടേത് -1 ആണ്. പരസ്പരം മാറ്റി താഴേക്കിടുക. അപ്പോൾ B1 A1 എന്ന് വരും. അത് നമുക്കറിയാം 1 കെമിസ്ട്രിക്കാർക്ക് എഴുതൽ ഇഷ്ടമല്ല. ആൻസർ എന്തായിരിക്കും വരിക? BA എന്നായിരിക്കും ആ ഒരു സംയുക്തത്തിൻ്റെ കെമിക്കൽ ഫോർമുല, കോമ്പൗണ്ടിൻ്റെ രാസസൂത്രമായിട്ട് ഉണ്ടാവുക. BA എന്നാണ് വരിക. അപ്പോൾ കണ്ടോ, ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ പറ്റും. ഇനി നോക്കിയേ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതെല്ലാമാണ്, തെറ്റായിട്ടുള്ളവയെ ശരിയാക്കുക. ഓക്കെ, അറ്റോമിക് സൈസ് ഗ്രൂപ്പിൻ്റെ താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ സൈസ് കുറയുകയാണോ? അല്ല, ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യാണ്? ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഡിക്രീസ് അല്ല, ഇൻക്രീസ് ആണ്, കൂടുകയാണ് വേണ്ടത്. അയോണീകരണ ഊർജം, ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും അയോണീകരണ ഊർജം കുറയും. ശരിയാണ്. കാരണം എന്താ അറിയോ? നമുക്കറിയാം വലത്തോട്ടേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കുറയും. അപ്പോൾ അയോണീകരണ ഊർജം കൂടുതലാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ അയോണീകരണ ഊർജം എന്ത് ചെയ്യും? കുറയും.
ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ ഓഫ് മെറ്റൽ ഈസ് ഹൈ. എടാ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ? ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്താ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. മെറ്റലുകൾക്ക്, ലോഹങ്ങൾക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. കഴിവ് കൂടുതലല്ലേ? ആണ്. കാരണം ലോഹങ്ങളാണ് എപ്പോഴും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, അലോഹങ്ങളാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുക. സോഡിയം, മഗ്നീഷ്യം ഒക്കെ എന്ത് ചെയ്യടാ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ക്ലോറിനും ഓക്സിജനൊക്കെ അലോഹങ്ങളാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കും. സോ ദിസ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Non-metallic nature is generally decreased from left to right across the period. എടാ ആലോചിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ പറഞ്ഞത് തെറ്റാണ്. എന്തുകൊണ്ട്? ഈ പറഞ്ഞ നോൺ മെറ്റൽസ്, അലോഹ സ്വഭാവം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും, ഇടത്തിലുള്ള ആളുകളൊക്കെ മെറ്റൽസ് ആണ്, വലത്തോട്ടാണ് ആരുള്ളത്? നോൺ മെറ്റൽസ്, അലോഹങ്ങളുള്ളത്. ഇടത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും അലോഹ സ്വഭാവം കുറയുന്നതാണ്. അലോഹ സ്വഭാവം കുറയാണ് ചെയ്യുക അല്ല, കാരണം എന്താ? അലോഹ സ്വഭാവം എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് കുറവ്, ആരൊക്കെയാണ് കൂടുതൽ എന്നുള്ളത് കൃത്യമായി നമുക്കൊരു ഐഡിയ വേണം. ഇടത്ത് നിന്നും വലത്തോട്ടേക്ക് പോകുമ്പോൾ 3 ആൾക്കാർ കൂടും മക്കളെ. ആരൊക്കെയാണ് 3 ആൾക്കാർ? 1 അയോണീകരണ ഊർജം കൂടും, 2 ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും, 3 അലോഹ സ്വഭാവം കൂടും. കൃത്യമായി പഠിച്ചോ. ഇടത്ത് നിന്ന് പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ ഈ 3 ആൾക്കാരും കൂടും, 2 ആൾക്കാർ കുറയും. അതാരൊക്കെയാ? കുറയുന്ന 2 ആൾക്കാർ ഇതാ കുറയുന്നു എന്ന് കാണിക്കുന്നു. സൈസ് ഓഫ് ആറ്റം, ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയർ ഊർജം കൂടും. അതിനനുസരിച്ച് ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു. ലോഹ സ്വഭാവം അല്ലേ, ലോഹം ആകാനുള്ള പ്രവണത അതെന്ത് ചെയ്യാണ്? കുറയുകയാണ്. അപ്പോൾ കണ്ടോ, ഈ 3 പേര് കൂടും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഈ 2 പേരും. എടാ ഇനി ഇത് ലെഫ്റ്റ് നിന്ന് റൈറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ മുകളിൽ നിന്ന് താഴേക്ക് ചോദിച്ചാലോ? മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ 3 ആൾക്കാരും കുറയും, നേരെ ഓപ്പോസിറ്റ് കിട്ടുക. ഈ 2 ആൾക്കാരും എന്ത് ചെയ്യും? കൂടും. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ 3 പേരും കുറയും, ഈ 2 പേരും കൂടും. ഏതെങ്കിലും ഒന്ന് മാത്രം പഠിച്ചേക്കുക, ഇടത്തിൽ നിന്ന് വലത്തോട്ടേക്കുള്ളത് മാത്രം പഠിച്ചേക്കുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഏതൊരു ചോദ്യം കിട്ടിയാലും കൺഫ്യൂസ്ഡ് ആവാതെ, കാരണം നേരം 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാഠം തന്നെ ഏതാണ്? പീരിയോഡിക് ടേബിളാണ്. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചവർക്ക് അവിടെ എന്ത് ചെയ്യില്ല, ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവില്ല. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഈ ചാനൽ എന്ത് ചെയ്യുക? നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോകളിലൂടെ വീണ്ടും കാണാം. എക്സാമിന് നന്നായിട്ട് പഠിക്കുക. മുൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക. അതിലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ചെയ്യുക. ആ രൂപത്തിൽ ഇത് നമ്മുടെ കൂട്ടുകാർക്ക് കൂടി തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്കിത് അവൈലബിൾ ആയത്. നിങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യുക? ഒന്ന് ക്ലാസ്സിലെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? എക്സാം നന്ന രൂപത്തിൽ പഠിച്ച് നന്നായിട്ട് അടുത്ത കൊല്ലം നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ A+ കിട്ടണമെന്നുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങുക. എല്ലാവർക്കും എക്സാമിന് നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക്